அந்த வீரபாண்டி கண்ட்ராக்ட் தெரியுமா? அவர் தான் അവരുടെ സൈറ്റ്. എന്നാ സാറേ മൈക്കാട് തട്ടുപടി കോൺക്രീറ്റ് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ? വേറൊന്നുമല്ല, ശനിയാഴ്ച മാത്രമേ ശമ്പളം തരൂ. 10 പേരാ കമ്പി കെട്ടും കോൺക്രീറ്റുമായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ശനിയാഴ്ച ആയപ്പം പൈസ തീർത്ത് തന്നില്ല. ശനിയാഴ്ച ഒരു ഫോൺ കോൾ വന്നു. നിങ്ങൾ വല്ലവരും കണ്ടോ? ഈ കൺട്രാക്ട് ഞങ്ങളെ കൊണ്ട് 10 മണിക്ക്, രാത്രി 10 മണി വരെ, രാവിലെ 8 മണിക്ക് വന്ന 10 മണി വരെ മാട് പണിയിപ്പിക്കുന്നതിൻ്റെ കൂട്ട് പണിയിപ്പിച്ചുകൊണ്ടിരുന്നൊരു കൺട്രാക്ട്. കോൺക്രീറ്റിൻ്റെ അന്ന് നേരം വിളക്കും മിക്കവാറും. അപ്പം നിങ്ങൾ പറ, മലയാളികൾ പണിയത്തില്ലയോ? പ്രത്യേകിച്ച് എന്നും ചിലവകാശ് കിട്ടുമ്പോൾ വളരെ ഹാപ്പിയായിട്ട് നിന്ന് പണിയുന്നത് എന്തിനാണെന്നറിയോ? ശനിയാഴ്ച ഒരു ദിവസം, ആ ശനിയാഴ്ച ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ 10 പേര് പണി ചെയ്തത്. ഇയാൾക്ക് ശനിയാഴ്ച ഒരു ഫോൺ കോൾ വന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. വീട്ടിൽ നിന്നാണ്. പെട്ടെന്ന് ഓന്തിൻ്റെ നിറം മാറുന്നതിൻ്റെ കണ്ട്രക്കിന് നിറം മാറി. അത്യാവശ്യമായിട്ട് പോകണം. അന്നും ചിലവ് പൈസ തിന്നിട്ടാണ് പുള്ളി പോയത്. ഫുൾ പൈസ തന്നില്ല. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർക്കണം. ശനിയാഴ്ചയായിരുന്നു. ചങ്ക് തകർന്ന് 10 പേരും കൂടെ ഞങ്ങൾ പറക്കോട്ട് ചന്തയുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് ചന്തയിൽ നിന്ന് നെയ്മീനും മേടിച്ചിട്ടുണ്ട് അപ്പനും മോനും കൂടെ പോകുന്നത്. ആ പുറയിരുന്ന പുന്നാര മോൻ്റെ കൈ, 2 കൈയിലും പച്ചക്കറി കിറ്റും ബേക്കറി സാധനങ്ങളും. അവനെ അങ്ങോട്ട് ചെന്ന് പിടിച്ചിറക്കി നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി പോകുന്ന പോക്കാണത്. പേടിയില്ല എന്ന് മനസ്സിൽ കരുതി അവർ വിട്ടുപോയി. നല്ല സ്പീഡ്, എനിക്കൊരു 80 മൈൽ സ്പീഡിൽ അവർ പോയത്. ഞങ്ങൾ 10 പേര് ഈ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുക. ശനിയാഴ്ച ദിവസം ഞങ്ങളുടെ പച്ചക്കറി മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണം. സാമ്പാർ പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടമായി. ദുഃഖസീനടിച്ച് രാത്രി കിടക്കുമ്പോൾ കട്ടിലയിൽ മലർന്ന് കിടന്ന് ഫാൻ്റെ കറക്കം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ വിളിക്കുക കൺട്രാക്ട്. ഇവിടെ എന്തോ സംഭവിച്ചെന്നറിയോ? ഇവിടെ സംഭവിച്ചതെന്നറിയോ? മറ്റൊന്നുമല്ല, നെയ്മീൻ കാണാനില്ല. ചാക്കിനകത്ത് ഈ മണ്ടന്മാർ വെച്ച് കെട്ടിക്കൊണ്ട് പോയത് എവിടെയാണെന്നറിയോ? സൈലൻസറിൻ്റെ മണ്ടയ്ക്ക്. വീട്ടിൽ ചെന്നപ്പോൾ മീനില്ല. ചാക്കുരുക്കി സൈലൻസറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നു. തിരിച്ച് അങ്ങോട്ട് 80 പോയി ഇങ്ങോട്ട് 100 മൈലിലാണ് അവർ വിട്ടത്. വന്ന വഴിക്ക് കാണുന്ന കാഴ്ച എന്ന് പറയോ? നെയ്മീൻ വണ്ടി കയറി ചതഞ്ഞരഞ്ഞ് ഇങ്ങനെ കിടക്കണം. അങ്ങനെ തന്നെ കിടക്കണം. ഇത് കേട്ടപ്പം ജ്യൂസ് ഇട്ട് കുടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. മീനല്ല, കൺട്രാക്ടിനെ. எப்படி இருக்குது கண்ட்ராக்ட்? இது தான் ஆப்பு வச்சிருந்தா അങ്ങേ ആപ്പ് കയറിയില്ല. അതുதான் മട്ടും എനിക്ക് തോന്നുന്നത്. ആ റോഡിൽ കിടന്നതെല്ലാം കൂടെ തൂത്തുവാരി കൊണ്ടുവന്ന് കറി വെച്ച് കാണും. അതാ ഏട്ടാ മോനെ.